അപ്പോൾ നമ്മൾ ബേസിൻ്റെ ഒന്നാമത്തെ പാർട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വരാക്ഷരങ്ങളിലാണ് നോക്കുന്നത്. മലയാളത്തിൻ്റെ സ്വരാക്ഷരങ്ങളാണ് അ, ആ, ഇ, ഈ, ഉ, ഊ, ഗൃ, എ, ഐ, ഒ, ഔ, അം. ഹിന്ദിയിലും അതുപോലെ സ്വരാക്ഷരങ്ങളുണ്ട്. അ, ആ, ഇ, ഉ, ഊ, ഗൃ, എ എന്നുള്ള അക്ഷരം ഹിന്ദിയിലില്ല. ഐ, ഓ എന്നുള്ള അക്ഷരവും ഹിന്ദിയിലില്ല. പിന്നുള്ളത് ഔ, അം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ സിമ്പിൾ അല്ലെങ്കിൽ ചിഹ്നങ്ങളാണ് നോക്കുന്നത്. ഹിന്ദിയിലാണെങ്കിലും മലയാളത്തിലാണെന്നുണ്ടെങ്കിലും ആ എന്നുള്ള ലെറ്ററിന് എന്തില്ല, ചിഹ്നങ്ങളില്ല. ഓക്കെ, ഇനി ആ എന്നുള്ള അക്ഷരത്തിൻ്റെ ചിഹ്നങ്ങളാണ് ഇത്. മലയാളത്തിലാണെങ്കിൽ ഇതാണ് ആ, ഹിന്ദിയിലാണെങ്കിൽ ഇതാ. നമ്മൾ ഈ സ്വരാക്ഷരങ്ങൾക്കാണ് ഹിന്ദിയിലാണെങ്കിലും ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിലും എന്തുള്ളത്, ഹിന്ദിയിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ചിഹ്നങ്ങളുള്ളത്. ഈ ചിഹ്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് അക്ഷരങ്ങളിലാണ്? വ്യഞ്ജനാക്ഷരങ്ങൾ. വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? കാക്ക ഗംഗങ്ങ, ചാച്ച ജഞ്ചന്ന, അല്ലേ, ടാട്ട ഡൻടന്ന, പാഫ് ബമ്പമ്മ, യാര ലാവ, ഷാസാഹ, അങ്ങനത്തെ അക്ഷരങ്ങളിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ ചിഹ്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സ്വരാക്ഷരങ്ങളായിട്ടുള്ള ഈ അക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് വ്യഞ്ജനാക്ഷരങ്ങളിലാണ്. അപ്പം ആ എന്നുള്ളതിൻ്റെ ചിഹ്നം ഇതാണ് ഇ, ഉ, ഊ, ഗൃ. ഓക്കെ, ഊ വരെ എല്ലാവർക്കും അറിയാം, പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടാണ് കിട്ടാത്തത്. അപ്പം ഞാൻ കുട്ടികൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഗൃ എന്നുള്ളതിൻ്റെ ചിഹ്നം എങ്ങനെ മനസ്സിലാക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഇതാ, ഈ ചിഹ്നമുണ്ടല്ലോ, ഈ ഗൃ എന്നിടുമ്പോൾ ഇങ്ങനെയുള്ളത് ഈ അക്ഷരം ഇടുമല്ലോ. നമ്മൾ ഈ അക്ഷരം ഇടുന്നത്, ഈ ചിഹ്നം ഇത് ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അതായത് നമ്മൾ ഈ ഇടുന്നതുണ്ടല്ലോ, ഇതിങ്ങനെ തിരിച്ചിട്ടാൽ ഗൃ എന്നുള്ളതിൻ്റെ ചിഹ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ എ എന്നുള്ളതിൻ്റെ ചിഹ്നം, അതായത് എ എന്നുള്ളതിൻ്റെ ചിഹ്നം ഇങ്ങനെയാണ്. എ എന്നുള്ള അക്ഷരം ഇടുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് വരുന്ന ഇത് കണ്ടിട്ടില്ലേ, ഇത് ഇങ്ങനെ ആലോചിച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറ്. കാരണം എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട്, വേഗം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി എ എന്ന് വരുമ്പം എങ്ങനെയാണ്? ഈ എ എന്നുള്ളത് നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടു, അത്രയാണ് വിചാരിച്ചാൽ മതി എന്ന് പറയും. ഐ എന്ന് വരുമ്പം എങ്ങനെയാണ് വരിക? ആദ്യം ഈ ചിഹ്നം ഇട്ട് കൊടുക്കുക, പിന്നെ എ എന്നുള്ളതിൻ്റെ ലാസ്റ്റത്തെ ഈ ചിഹ്നം, ഇതിൻ്റെ മുകളിലത്തെ ഈ ചിഹ്നവും ഇട്ട് കൊടുക്കുക. അപ്പം ഐ എന്നായി എന്ന് പറയും. ഓ എന്നാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ചിഹ്നം, അതായത് ഇങ്ങനെ വരുന്ന ഈ ചിഹ്നം ആദ്യം ഇട്ട് കൊടുക്കുക, പിന്നെ ഈ ദീർഘം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായി? ഓ എന്നുള്ളതിൻ്റെ ചിഹ്നമായി. ഓ എന്നുള്ളതിൻ്റെ ചിഹ്നത്തിന് എന്തായി? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെയാണ് വരിക അല്ലേ, അതായത് ഈ ഇട്ടിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്തു? തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ദീർഘം ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഓ എന്നായി. ഇനി ഔ എന്നുള്ളതാണ്. ഔ എന്നുള്ളതിൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ചിഹ്നം അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു. അം എന്നുള്ളതിന് ഈ പൂജ്യമാണ്, ആ ചിഹ്നം അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു. ഇങ്ങനെയാണ് ഞാൻ ക്ലാസ്സിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, കാരണം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ആ എന്നുള്ള അക്ഷരം, ഈ ആ എന്നുള്ള അക്ഷരത്തിന് ഹിന്ദിയിൽ ചിഹ്നമില്ല എന്ന് പറഞ്ഞു. ആ എന്നുള്ള അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഈ ഒരു വര. ഈ എന്നുള്ളതിൻ്റെ ചിഹ്നം ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഈ എന്നുള്ളത് ഇങ്ങനെ. ഊ കണ്ടോ, ഇതെന്ത് അക്ഷരം? ഇത് നമ്മളിപ്പോൾ എങ്ങനെ ഇടുക? ഈ ഊ എന്നുള്ളതിൻ്റെ ചിഹ്നം ഇങ്ങനെ ഇടുക. ഇപ്പം നമ്മൾ പറഞ്ഞു വ്യഞ്ജനാക്ഷരത്തിനാണ് നമ്മൾ ചിഹ്നം ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. അതായത് ഇപ്പം നമ്മൾ കാ എന്നുള്ള അക്ഷരമാണ് എടുത്തത് എന്ന് വിചാരിക്കുക. അപ്പം ഞാനിവിടെ എഴുതി കാണിച്ചു തരാം. കാ എന്നുള്ള അക്ഷരത്തിനാണ് നമ്മൾ ചിഹ്നം ഇട്ട് കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ കൂ എന്ന് എഴുതണം. കൂ നമ്മൾ എങ്ങനെ എഴുതും? ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ താഴെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പം എന്തായി? കൂന്നായി. ഓക്കെ, അതായത് വ്യഞ്ജനാക്ഷരത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള ഉണ്ടോ, ഊവിൻ്റെ ചിഹ്നം നമ്മൾ ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ കൂന്നായി. ഇനി കൂ, ഇതാ ഊ എന്നുള്ളതിൻ്റെ ചിഹ്നമാണ് ഇത്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കും? കാന്ന് എഴുതിയിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എന്തായി? കൂ. ഇപ്പോൾ ഒരു അക്ഷരം ഞാൻ എടുത്തു എന്ന് തന്നെ ഉള്ളൂ, കാ എന്നുള്ള അക്ഷരം എടുത്തു എന്ന് തന്നെ ഉള്ളൂ. ഇനി ഗൃ, ഗൃ എന്നുള്ളതിൻ്റെ ചിഹ്നത്തിന് എന്ത് ചെയ്യുക? നമ്മൾ ഈ ഗൃ എന്ന് എഴുതിയിട്ട് അടിയിൽ ഒരു ചെറിയൊരു സി പോലെ കാണും, അതാണ് ഗൃ എന്നുള്ളതിൻ്റെ ചിഹ്നം. അത് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അതായത് കാ എന്നുള്ള അക്ഷരത്തിന് താഴെ ഒരു ചെറിയ സി പോലെ ഇട്ട് കൊടുത്താൽ എന്തായി? കൃ എന്നുള്ള അക്ഷരമായി. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ പോയിന്റുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത് പറഞ്ഞു കൊടുത്തിട്ടാണ് അവർ പഠിക്കുന്നത്. ഇനി എ എന്നുള്ളതിൻ്റെ ചിഹ്നം, അതായത് എ എന്നുള്ള അക്ഷരം ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എ എന്നുള്ള അക്ഷരത്തിൻ്റെ ചിഹ്നത്തിന് ഇവിടെ ഒരു വരയാണുള്ളത്. ആ ഒരു വര നമ്മൾ മുകളിൽ, വരൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ എന്തായി? ഇപ്പോൾ കാ എന്നുള്ള ലെറ്ററിന് വരൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ എന്തായി? കെ എന്ന് വായിക്കും
അല്ലേ? പാ എന്നുള്ള അക്ഷരത്തിന് മുകളിൽ വരട്ട് കൊടുത്താൽ പേ എന്ന് വായിക്കും. അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇനി എ എന്നുള്ള അക്ഷരമില്ല, അതിന് പകരം ഐ എന്നുള്ള അക്ഷരമാണ് ഹിന്ദിയിലുള്ളത്. ഐ എന്നുള്ളതിന് എന്താണ്? 2 വര വരും മുകളിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്താണ്? ഫസ്റ്റത്തെ ഈ ഒരു വരയും ഈ ഒരു വരയും കൂട്ടിയിട്ട് അങ്ങനെ 2 വര മുകളിൽ ഇട്ട് കൊടുത്താൽ എന്തായി? ഐ എന്നുള്ള സൗണ്ടായി. അപ്പോൾ കാന്നക്ക് മുകളിൽ 2 വര ഇട്ട് കൊടുത്താൽ കൈ എന്ന് വരും. ചില അക്ഷരങ്ങൾ ചില പുസ്തകങ്ങൾ നമ്മൾ ഇങ്ങനെ കാണാം. ഇതിൻ്റെ അർത്ഥവും 2 വരയാണ് കേട്ടോ, 2 ലൈനാണ്. കാ എന്നുള്ള അക്ഷരത്തിന് ഇട്ട് കൊടുത്താൽ കൈ എന്ന് വായിക്കും കേട്ടോ. ഓക്കെ, അതേപോലെ ഇനി എൻ്റെ ചിഹ്നം, എ എന്നുള്ള അക്ഷരത്തിന് ചിഹ്നമില്ല, പിന്നെ ഐൻ്റെ ചിഹ്നം പറഞ്ഞു. ഇനി എന്താണ്? ഓ എന്നുള്ള അക്ഷരത്തിൻ്റെ ചിഹ്നമാണ്. ഓ എന്നുള്ള അക്ഷരത്തിന് എന്താണ്? സിമ്പിളാണ്. ഓ എന്നുള്ള അക്ഷരം എഴുതി കഴിഞ്ഞാൽ ഇതിനെന്താണ്? മുകളിലൊരു വരയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? താഴെ ഒരു വരയും മുകളിലൊരു വരയിട്ടാൽ എന്തായി? ഓൻ്റെ ചിഹ്നമായി. മനസ്സിലായോ? അപ്പം നമ്മൾ കാ എന്നുള്ള അക്ഷരത്തിന് ഇട്ട് കൊടുത്താൽ ഇപ്പം എന്ത് വായിക്കും? കോ എന്ന് വായിക്കും. ഓക്കെ, ഇനി ഓ എന്നുള്ള അക്ഷരം ഹിന്ദിയിലില്ല. പിന്നെ ഉള്ളത് ഔ ആണ്. ഔവിന് എന്താണ്? 2 വരയാണ്. ഔ എന്നുള്ള അക്ഷരം ഇങ്ങനെയാണ് അല്ലേ? അപ്പം ഇതിന് എന്താണ് ചിഹ്നം വരിക? ഒരു വര ഇട്ടിട്ട് മുകളിൽ ഒന്നുകിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടാകും 2 വര, അതല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടാകും. ഇതൊക്കെ എന്താണ്? ഔ എന്നുള്ളതിൻ്റെ ചിഹ്നമാണ്. അപ്പോൾ നമ്മൾ കാ എന്നുള്ള അക്ഷരത്തിന് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ എന്ത് വായിക്കും? കൗ എന്ന് വായിക്കും. ഇനി എന്നുള്ള അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് മുകളിലൊരു കുത്തിട്ട് കൊടുക്കുന്നത്. അതായത് എന്നുള്ളത് നമ്മൾ ഹിന്ദിയിൽ ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പം നമുക്ക് എന്നുള്ളത് വ്യഞ്ജനാക്ഷരമായ കാ എന്നുള്ള അക്ഷരത്തിന് ഇട്ട് കൊടുത്താൽ എങ്ങനെ വായിക്കും? ഇതാ. അപ്പം എന്താ അത് വായിക്കുക? കം. മനസ്സിലായോ? സിമ്പിളാണ്. ഹിന്ദി ഇത്ര വലിയ ടഫുള്ള സബ്ജക്റ്റ് ഒന്നുമല്ല, ഏറ്റവും സിമ്പിളായിട്ടുള്ള വിഷയമാണ്. ഓക്കെ, ഇനി നമുക്കറിയാം ABCDൻ്റെ സൗണ്ടുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? Z വരെയുള്ള സൗണ്ടുകൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? ഇത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക? ഇപ്പം ഞാനിവിടെ സ്വരാക്ഷരങ്ങൾ, മലയാളത്തിൻ്റെ സ്വരാക്ഷരങ്ങളായിട്ടുള്ള ആ മുതൽ വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് വായിക്കാനെങ്കിൽ ഇത് മനസ്സിലാക്കിയാൽ മതി. മിസ്സിൻ്റെ കുട്ടികൾക്ക് വേഗം വായിക്കാൻ കിട്ടും കേട്ടോ. എന്നുള്ളതിനും നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്ററാണ് എ. മനസ്സിലായല്ലോ? അതായത് നമ്മളിപ്പം ബി എന്നുള്ള ലെറ്ററിൻ്റെ സൗണ്ട് എന്താണ്? ബ് ആണ് അല്ലേ? അപ്പോൾ ബീൻ്റെ കൂടെ BAT എന്ത് വായിക്കും? ബാറ്റ് അല്ലേ? BA എന്ന് പറഞ്ഞാൽ എന്താണ്? ബ. BA ബ. പിന്നെ SA സ അല്ലേ? ഇതൊക്കെ പറഞ്ഞു തന്നതാണ്. MA മ. NA ന. മനസ്സിലായോ? അപ്പോൾ A എപ്പോഴും വരുമ്പോഴും ആൻ്റെ സൗണ്ടാണ് വരിക. അപ്പോൾ ഇതിൻ്റെ കൂടെ BAT വരുമ്പം ബാറ്റ് അല്ലേ? SAT സാറ്റ്. MAN വരുന്നാൽ മാൻ അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതാം നമുക്ക്. ഇനി എന്നുള്ള അക്ഷരത്തിനാണ് EIY. ഓക്കെ, എപ്പോഴാണ് ഈക്ക് എന്ന് വരുന്ന ലെറ്റർ വരുമ്പോൾ സൗണ്ട് വരിക? സാധാരണഗതിയിൽ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ട് A ആണ്. എപ്പോഴാണ് നമുക്ക് എന്നുള്ള ലെറ്ററിന് ൻ്റെ സൗണ്ട് വരിക എന്നുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, 2 ലെറ്റർ മാത്രം വരികയും അവസാനത്തെ ലെറ്റർ ആവുകയും ചെയ്താലാണ് ഈക്ക് ൻ്റെ സൗണ്ട് വരിക. അതായത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ HE എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ലെറ്റർ ഉള്ളൂ അല്ലേ? 1 2 അക്ഷരങ്ങളേ ഉള്ളൂ. അവസാനത്തെ അക്ഷരം എന്താണ്? ആണ്. അപ്പോൾ നമ്മളിത് എന്ത് വായിക്കും? Hൻ്റെ സൗണ്ട് ഹ്, ൻ്റെ സൗണ്ട് ഇ. അപ്പോൾ എന്താ കൂട്ടി വായിക്കുക? ൻ്റെ ചിഹ്നം ഏതാണ്? ഇതല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഇങ്ങനെ. എന്താ വായിക്കുക? ഹി അല്ലേ? HE ഹി. WE എന്ത് വായിക്കും? വി. ME മീ അല്ലേ? BE ബി. മനസ്സിലായല്ലോ? 2 ലെറ്റർ മാത്രം വരികയും അവസാനത്തെ ലെറ്റർ ആവുകയും ചെയ്താലാണ് നമ്മൾ ഈക്ക് ൻ്റെ സൗണ്ട് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും 3 ലെറ്ററൊക്കെ വന്നാൽ. ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞുതരാം. HEN എന്താ വായിക്കുക? 3 ലെറ്റർ ഉണ്ട്, നടുവത്തെ അക്ഷരമാണ് ഇ. നമ്മൾ ഹിന്ന് വായിക്കുമോ? വായിക്കില്ല. എങ്ങനെ വായിക്കും? ഹെൻ. HEN ഹെൻ. അപ്പം ഈക്ക് ൻ്റെ സൗണ്ട് വന്നു. മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ 2 ലെറ്റർ വരികയും അവസാനത്തെ ലെറ്റർ ആവുകയും ചെയ്താലാണ് എന്ത് വരിക? ഈക്ക് ൻ്റെ സൗണ്ട് വരിക. മനസ്സിലായില്ലേ? ഇനി എപ്പോഴാണ് എപ്പോഴാണ് ൻ്റെ സൗണ്ട് തന്നെയാണ് വരിക കേട്ടോ. ഇപ്പോൾ നോക്കിക്കേ, നമ്മളെന്താ വായിക്കുക? IS എന്താ വായിക്കുക? ഈസ് അല്ലേ? IT എന്താ വായിക്കുക? ഇറ്റ്. IN ഇൻ.
അല്ലേ? INK എന്ത് വായിക്കും? ഇങ്ക്. ചില സമയങ്ങളിലാണ് ഐക്ക് ഐൻ്റെ സൗണ്ട് വരിക കേട്ടോ. അപ്പം ഐസ്, ഐസ്ക്രീം അല്ലെങ്കിൽ ഐസ് എന്ന് വരുമ്പോൾ ICE, ഐ എന്നുള്ള സൗണ്ടാണ് വരുന്നത് അല്ലേ? അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ എന്താണ് വൈ എന്ന് വരുമ്പം എപ്പോഴാണ് ഈൻ്റെ സൗണ്ട് വരിക? വൈ എന്ന് വരുമ്പം ഈക്ക് എപ്പോഴാണ്? ഇപ്പം മിസ് ഇവിടെ എഴുതി BOY. എന്താ വായിക്കുക? ബോയ് അല്ലേ? ലാസ്റ്റ് വൈ വന്നപ്പം ഈ എന്നുള്ള സൗണ്ട് വന്നു അല്ലേ? TOY എന്താ വായിക്കുക? ടോയ് അല്ലേ? ഇങ്ങനെ അവസാനത്തെ ലെറ്റർ വൈ വരികയാണെങ്കിൽ എന്താണ്? നമ്മൾ വൈയിന് ഈൻ്റെ സൗണ്ട് കൊടുക്കും. മനസ്സിലായോ? പെട്ടെന്നൊന്നും ഇത് മനസ്സിലാവില്ല, ശരിക്കും മനസ്സിലാക്കിയാലുള്ളൂ മനസ്സിലാവുക കേട്ടോ. ഇങ്ങനെ ഇത് മനസ്സിലായാലുള്ളൂ മിസ്സിൻ്റെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഈ എന്നുള്ള സൗണ്ട് വരുന്നത് ഏതൊക്കെയാണ്? ഈ ഉദാഹരണത്തിന് BEE എന്ത് വായിക്കും? ബി. TEE TE. SEE CE. മനസ്സിലായോ? അതേപോലെ തന്നെ EI എന്ന് വരുമ്പോൾ എന്തിൻ്റെ സൗണ്ടാണ് വരുന്നത്? ഈൻ്റെ സൗണ്ടാണ് വരുന്നത്. അതേപോലെ തന്നെ പിന്നെ ഏതിനാണ് വരുന്നത്? EYക്കും ഈൻ്റെ സൗണ്ടാണ് വരുന്നത്. EAക്കും ഈൻ്റെ സൗണ്ടാണ് വരുന്നത്. അപ്പം EAT എന്താ വായിക്കുക? ഈറ്റ് അല്ലേ? MEAT എന്ത് വായിക്കും? മീറ്റ്. ഇനി EY ആണെങ്കിൽ എന്താണ്? KEY എന്താ വായിക്കുക? കീ അല്ലേ? MONKEY എന്താ വായിക്കുക? മങ്കി അല്ലേ? ഓക്കെ, അപ്പം അത് മനസ്സിലായില്ലേ? ഇനി എന്നുള്ള സൗണ്ട് വരുന്നത് ഏതാണ്? OUL. മനസ്സിലായല്ലോ? OUL കൂട്ടി വരുമ്പം എന്താണ് കൊടുക്കുക? നമ്മൾ ഊൻ്റെ സൗണ്ടാണ് കൊടുക്കുക. അപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത പേജ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പം OU എന്നുള്ള ലെറ്ററിന് നമ്മൾ OUL ഊൻ്റെ സൗണ്ടാണെന്ന് പറഞ്ഞു. അതെങ്ങനെ വരിക? COULD. നമ്മളെന്താ വായിക്കുക? കുഡ്. എന്താണ് വായിക്കുക? കുഡ് എന്നാണ് വായിക്കുക അല്ലേ? കുഡ്. WOULD എന്ത് വായിക്കും? വുഡ് അല്ലേ? കുഡ് വുഡ്. ഡാക്ക് കട്ടിയുണ്ട് അല്ലേ? കുഡ് വുഡ്. SHOULD എന്ത് വായിക്കും? ഷുഡ്. മനസ്സിലായോ? OUL വന്നാൽ എന്താണ്? ഉ എന്നുള്ള ലെറ്ററിൻ്റെ സൗണ്ടാണ്. അതിങ്ങനെ കൂടി വരണം കേട്ടോ, ഒരുമിച്ച് വരണേ. അപ്പോഴാണ് നമ്മൾ ഊക്ക് ഊൻ്റെ സൗണ്ട് കൊടുക്കുക. ഇനി നെക്സ്റ്റ് നോക്കിക്കേ. ഊ എന്നുള്ള സൗണ്ടിന് മിസ് എന്താ കൊടുത്തിട്ടുള്ളത്? OOയാണ് കൊടുത്തിട്ടുള്ളത്. അതെങ്ങനെ വരിക? അപ്പം മിസ് ഇവിടെ COOL എന്താ വായിക്കുക? കൂൾ അല്ലേ? MOON എന്ത് വായിക്കും? മൂൺ അല്ലേ? മൂ ഉണ്ടോ? എന്നില്ല സൗണ്ട് അല്ലേ? SOON എന്ത് വായിക്കുക? സൂൺ. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് വരിക. ഇനി അതായത് ആറ്. ഈ ആറിന് നമ്മൾ ഏതിനൊക്കെ സൗണ്ട് കൊടുക്കാം? എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ട് കൊടുക്കാം, എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ട് കൊടുക്കാം. ഇതൊക്കെ എന്താണ്? ആർന്നാണ് കേട്ടോ. ഇപ്പം നമ്മൾ CR എന്ന് എഴുതുമ്പോൾ എന്താ വായിക്കുക? അല്ലേ? ഫസ്റ്റ് CR എന്ന് എഴുതുമ്പോൾ എന്ന് വായിക്കും. ഇനി ലാസ്റ്റ് ഒരു R എന്ന് പറഞ്ഞാൽ എന്താ വായിക്കുക? എന്നുള്ള സൗണ്ട് കൊടുക്കും. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനിവിടെ KRISHNA എന്താണ്? KRI എന്ന് കൊടുത്തു അല്ലേ? കൃഷ്ണ. എന്താ വായിക്കുക? കൃഷ്ണ. അപ്പം മനസ്സിലായോ? എന്ന് വരുന്നത് എങ്ങനെയാണെന്നുള്ളത്? ഏത് ലെറ്ററിൻ്റെ കൂടെയും ആറ് വന്നാൽ ആ ലെറ്ററിൻ്റെ കൂടെ എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം MR എന്നാണെങ്കിൽ SR എന്നാണെങ്കിൽ മനസ്സിലായല്ലോ? ഇനി ലാസ്റ്റ് R വരികയാണെങ്കിൽ ഈ ആറിൻ്റെ സൗണ്ട് കൊടുക്കുക. അതായത് CAR എന്താ വായിക്കുക? കാർ അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടാവും BAR ബാർ, കൂൾ ബാർ എന്നൊക്കെ കണ്ടിട്ടില്ലേ? ബാർ അല്ലേ? അപ്പം അങ്ങനെ ലാസ്റ്റ് ലെറ്റർ R വരികയാണെങ്കിൽ എന്നുള്ള സൗണ്ടും, അല്ലാത്ത അക്ഷരത്തിൻ്റെ കൂടെ നടുവിലൊക്കെ സെക്കൻഡ് ലെറ്ററോ തേർഡ് ലെറ്ററോ ഫോർത്ത് ലെറ്ററോ ഒക്കെ എന്ന് വരികയാണെങ്കിൽ തൊട്ടടുത്തുള്ള ലെറ്ററിൻ്റെ കൂടെ ഈ അക്ഷരം കൂടെ കൂട്ടിയിട്ട് വേണം വായിക്കാൻ കേട്ടോ. അപ്പം അതിന് എക്സാമ്പിളൊക്കെ തരുന്നുണ്ട്. ഇപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്നുള്ള സൗണ്ട്, എന്നുള്ള അക്ഷരത്തിനാണ് എൻ്റെ സൗണ്ട് വരിക എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? എങ്ങനെയാണ്? എന്നുള്ള ലെറ്ററാണ് ഓൾറെഡി എൻ്റെ സൗണ്ട് വരിക. അതായത് നമ്മൾ
ജി ജി എന്ത് വായിക്കും? എഗ് അല്ലേ? അതുപോലെ തന്നെ എന്താ പറയുക, ELEPHANT എന്താ വായിക്കുക? എലിഫൻറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഫസ്റ്റ് വരുമ്പോഴാണെങ്കിലും ഈ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ലെറ്റർ വരുമ്പം ലാസ്റ്റത്തെ ലെറ്റർ ഇ വന്നാൽ ഇക്ക് ഈൻ്റെ സൗണ്ട് കൊടുക്കണം. അല്ലാത്തപ്പോഴൊക്കെ ഇക്ക് എന്തിൻ്റെ സൗണ്ടാണ് കൊടുക്കേണ്ടത്? എൻ്റെ സൗണ്ടാണ്. HEN ഹെൻ, BEN ബെൻ, TEN ടെൻ. ഇവിടെ ഫസ്റ്റ് ലെറ്റർ വന്നാലും ഇക്ക് എൻ്റെ സൗണ്ടാണ് കൊടുക്കുക കേട്ടോ. ഇനി ഓക്കെ, ഈ എ എന്ന് പറഞ്ഞു. ഇനി എ എന്നുള്ളത് അല്ലേ, എ എന്ന് വരുന്നതാണ് എന്ത്? AE എന്നുള്ള ലെറ്ററാണ് എ എന്ന് വരുന്നത് കേട്ടോ. ഓക്കെ, എ എന്ന് വരുന്ന ലെറ്ററാണ് AE. അതായത് നമ്മളിപ്പം AE എന്ന് വരുമ്പോൾ എങ്ങനെയാണ് എ എന്ന് വരിക എന്ന് നിങ്ങൾ വിചാരിക്കും. അതായത് ഇപ്പം മിസ് ഇവിടെ എഴുതി തരാം. കേക്ക് നമ്മളെങ്ങനെ എഴുതുക? CAKE എങ്ങനെ വരിക? കേക്ക് അല്ലേ, കേക്ക് എന്നാ പറയുക. അതേപോലെ തന്നെ TAKE ടേക്ക്. അതായത് എ അക്ഷരം വന്ന് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇ വന്നാൽ എന്താണ്? എ എന്നുള്ളതിൻ്റെ സൗണ്ടാണ്. ഒരു ഗ്യാപ്പ് ഇടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഇതിൻ്റെ ഇടയിൽ ഒരു അക്ഷരം വരും. MAKE മേക്ക് അല്ലേ? അങ്ങനെ ഒരു എക്ക് ചെറിയൊരു നീട്ടിൽ കൊടുക്കും. AE വരുമ്പം ചെറിയൊരു എ എന്നുള്ള അക്ഷരത്തിന് നമ്മൾ ഒരു നീട്ടിൽ കൊടുക്കും കേട്ടോ. അത് മിസ്സിൻ്റെ കുട്ടികൾ മനസ്സിലാക്കണേ. ഇനി നെക്സ്റ്റ് ഐ എന്നുള്ള സൗണ്ടാണ് അല്ലേ. ഐ എന്ന് വരുന്നുണ്ടെങ്കിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ലെറ്റർ ഐ എന്ന് വന്നാൽ ചില സമയങ്ങളിൽ ഐക്ക് ഐൻ്റെ സൗണ്ട് കൊടുക്കും. ഇപ്പം ഐസ്ക്രീം അല്ലേ, ICECREAM ഐസ്ക്രീം അല്ലേ. ഓക്കെ, ഐസ്ക്രീം. പിന്നെ എവിടെ ഐസ്ക്രീം എന്ന് എഴുതി? ഓക്കെ, ഐസ്ക്രീം. ഇനി പിന്നെന്താ വരിക? ഐസ് അല്ലേ. ഇതിനൊക്കെ ഫസ്റ്റ് ഐ എന്ന് വരുമ്പോൾ ഐൻ്റെ സൗണ്ടാണ് കൊടുക്കുക. പിന്നെ IE എന്ന് വരുമ്പോൾ ഐക്ക് ഐൻ്റെ സൗണ്ട് കൊടുക്കും എന്ന് പറഞ്ഞു അല്ലേ. IE അതായത് DIE ഡൈ എന്ന് പറയും. അതുപോലെ തന്നെ PIE എന്താ പറയുക? പൈ എന്നാണ് വായിക്കുക കേട്ടോ. അപ്പം IE എന്ന് വരുമ്പം എന്താണ് സാധാരണ സൗണ്ട് കൊടുക്കേണ്ടത്? ഐൻ്റെ സൗണ്ടാണ് കൊടുക്കേണ്ടത് കേട്ടോ. സൗണ്ടുകൾ മനസ്സിലാക്കണേ. O എന്നുള്ള സൗണ്ട് വരുന്നത് O ലെറ്ററിനും AW എന്നുള്ള ലെറ്ററിനുമാണ്. ഇപ്പം നമുക്ക് നോക്കാം. O ഫസ്റ്റ് ലെറ്റർ O എന്ന് വരുമ്പോൾ എന്ത് വായിക്കും നമ്മൾ? O എന്ന് വായിക്കും. ഇപ്പം ഓറഞ്ച്, ORANGE എന്താണ് വായിക്കുക? ഓറഞ്ച് അല്ലേ. അതേപോലെ തന്നെ ഒക്ടോബർ, OCTBER ഒക്ടോബർ അല്ലേ. പിന്നെന്താണ്? ഒക്ടോപ്പസ് അല്ലേ. ഇതിനൊക്കെ നമ്മൾ എന്താണ് നമ്മൾ എഴുതുന്നത്? എന്താണ്? ഓക്ക് ഓൻ്റെ സൗണ്ടാണ് അല്ലേ. ഓക്ക് ഓൻ്റെ സൗണ്ടാണ് ഒക്ടോപ്പസ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പിന്നെ എപ്പോഴാണ് ഓക്ക് ഓൻ്റെ സൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്? AW അല്ലേ. ഓറഞ്ച്, ഒക്ടോബർ, ഒക്ടോപ്പസ്. പിന്നെ AWക്കാണ് നമ്മൾ ഓൻ്റെ സൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതായത് LAW എന്താ വായിക്കുക? ലോ. മനസ്സിലായോ? DRAW എന്ത് വായിക്കും? ഡ്രോ. ഇപ്പം DR ഇപ്പം മിസ് ആറിന് ഗ്ര എന്നുള്ളതിൻ്റെ സൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞില്ലേ. ഇപ്പം കണ്ടില്ലേ? DR വരുമ്പോൾ എന്താണ്? ഡീൻ്റെ സൗണ്ട് ഡ്, ആറിൻ്റെ സൗണ്ട് റ്. അപ്പം നമ്മൾ ഡ്ര എന്ന് വായിക്കണം. അപ്പം ഡ്രിൻ്റെ കൂടെ AW വരുമ്പോൾ ഡ്രോ. മനസ്സിലായോ? അപ്പം AW എന്ന് പറഞ്ഞാൽ ഓൻ്റെ സൗണ്ടാണ്. O എന്ന് ഫസ്റ്റ് വരുമ്പോഴും ഓക്ക് ഓൻ്റെ സൗണ്ടാണ്. മനസ്സിലായില്ലേ? മിസ് ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. അതായത് ആ എന്നുള്ള അക്ഷരത്തിന് A എന്ന് മാത്രമല്ല O എന്നുള്ളതിൻ്റെയും U എന്നുള്ളതിൻ്റെയും സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. സോറി മിസ് പറയാൻ മറന്നതാണ്. A എന്നുള്ള അക്ഷരത്തിൻ്റെയും ആ എന്നുള്ള അക്ഷരത്തിന് A എന്ന സൗണ്ടും O എന്ന സൗണ്ടും U എന്ന സൗണ്ടും വരുന്നുണ്ട്. അതായത് A എന്നുള്ളത് വരുന്നത് മിസ് പറഞ്ഞു, O വരുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ഇപ്പം നമ്മളിവിടെ നേരത്തെ എഴുതി MONEY മണി. ഇത് ശരിക്ക് ഓക്കോ ഓൻ്റെ സൗണ്ട് കൊടുക്കുകയാണെങ്കിൽ മോണി എന്നാണ് വായിക്കുക അല്ലേ. പക്ഷെ അങ്ങനെയല്ല, MONEY മണി എന്നാണ് വായിക്കുക കേട്ടോ.
ഫസ്റ്റ് ലെറ്റർ ഓ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഓക്ക് ഓൻ്റെ സൗണ്ട് കൊടുക്കുക, അല്ലെങ്കിലൊക്കെ നമ്മൾ അധികവും ഓക്ക് ആൻ്റെ സൗണ്ടാണ് കൊടുക്കുക. ഇപ്പം മങ്കി, MONKEY, മങ്കി അല്ലേ, ഓക്ക് ഓൻ്റെ സൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്. SON എന്താ വായിക്കുക, സൺ ഇല്ലേ. അപ്പം ഓ എന്ന് വരുമ്പം ഓക്ക് എന്താ പറയുക ആൻ്റെ സൗണ്ടാണ് കൊടുക്കുക കേട്ടോ. ഇനി യു വരുമ്പം ആൻ്റെ സൗണ്ടാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ്, അങ്കിൾ അല്ലേ, UN അങ്കിൾ, അങ്കിൾ. അതേപോലെ തന്നെ UP എന്താ വായിക്കുക, അപ്പ്, ഉപ്പ് എന്ന് വായിക്കൂല, അപ്പ് എന്നാണ് വായിക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. യു എന്നുള്ള ലെറ്ററിനും ഓ എന്നുള്ള ലെറ്ററിനും ആ എന്നുള്ള സൗണ്ടാണ് വരുന്നത് കേട്ടോ. മിസ് പറഞ്ഞുതരാൻ മറന്നതാണ്, സോറി. ഓക്കെ, അപ്പോൾ നമ്മൾ ഓ പറഞ്ഞു. OE അല്ലേ, OE എന്നുള്ള ലെറ്റർ വന്നാൽ എന്താണ്, ഓ എന്നുള്ള അക്ഷരമാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി അടുത്തത് എന്താ പറയുക, ഔ എന്ന് വരുമ്പം ഏതാണ്, OW അല്ലെങ്കിൽ OU, OW അല്ലെങ്കിൽ OU ആണ് എന്ത് വരുന്നത്, ഔ എന്നുള്ള സൗണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. COW നമ്മളെന്താ വായിക്കുക, സീൻ്റെ സൗണ്ട് ക്ക്, OW ഔ, അപ്പം കൗ അല്ലേ. പിന്നെ അതേപോലെ തന്നെ എന്താണ്, OWL എന്താ വായിക്കുക, ഔൾ. ഫസ്റ്റ് ഔ എന്നുള്ള സൗണ്ട്, പിന്നെ എൽ, ഔൾ. മനസ്സിലായല്ലോ. അതേപോലെ തന്നെ OU എന്ന് വന്നാലും ഔവിൻ്റെ ആണ്. അപ്പോൾ OUT എന്ത് വായിക്കും, ഔട്ട് അല്ലേ, OUT ഔട്ട്. അതേപോലെ തന്നെ പിന്നെ എന്താണ് നമ്മൾ വായിക്കുക, OUT ഔട്ട്. പിന്നെ CLOUD എന്താ വായിക്കുക, ക്ലൗഡ് ഉണ്ടോ. CL എന്ന് പറയുമ്പോൾ ക്ലാ എന്നുള്ള അക്ഷരം, OU ഔ, അപ്പം ക്ലൗ, ഡീൻ്റെ സൗണ്ട് ഡ്, അപ്പം എങ്ങനെ വായിക്കുക, ക്ലൗഡ്. മനസ്സിലായോ. LOUD എന്ത് വായിക്കും, ലൗഡ്. മനസ്സിലായോ. എല്ലിന് ല് എന്നുള്ള സൗണ്ട്, OU ലവ്, ഡി വരുമ്പോൾ ലൗഡ്. ഓക്കെ, മനസ്സിലാക്കണേ. മനസ്സിലാക്കില്ലെങ്കിൽ വീഡിയോ വീണ്ടും കണ്ടിട്ട് ഒന്നും കൂടി മനസ്സിലാക്കണം കേട്ടോ. ഇനി എന്നുള്ളതിൻ്റെ സൗണ്ടാണ് AM അല്ലേ. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ ആം എന്ന് വായിക്കും. അപ്പം ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇട്ടു എന്ന് തന്നെ ഉള്ളൂ. AM എന്ന് വരുന്നത് എങ്ങനെയാണ്, ഇപ്പം മിസ് ഇവിടെ എഴുതി SAM എന്ത് വായിക്കും, സാം അല്ലേ. TAM എന്ത് വായിക്കും, ടാം. CAM കാം അല്ലേ. എങ്ങനെയാണ് നമ്മൾ വായിക്കുക, YAM എന്ത് വായിക്കും, യാം അല്ലേ. അപ്പം AM എന്ന് പറഞ്ഞാൽ ആം എന്നുള്ളതിൻ്റെ സൗണ്ടാണ് കേട്ടോ. ഇനി മിസ്സ് ഇംഗ്ലീഷിൻ്റെ, ഇപ്പം നിങ്ങൾക്ക് ഇത്രയും അക്ഷരങ്ങൾ പറഞ്ഞു, ഇനി ഇംഗ്ലീഷിൻ്റെ അക്ഷരങ്ങളുടെ സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊന്നും കൂടി അയച്ചു തരാം. അത് മിസ്സിൻ്റെ കുട്ടികൾ പഠിക്കണം. ഞാനിവിടെ ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി തരാം. A എന്നുള്ളതിൻ്റെ സൗണ്ടാണ് ആ, B, B, C, K. ചില സമയങ്ങളിൽ സിക്ക് സ് എന്നുള്ളതിൻ്റെ സൗണ്ട് വരും കേട്ടോ, ചില സമയങ്ങളിൽ. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. CAT എന്താ വായിക്കുക, കാറ്റ് എന്നാണ് വായിക്കുക. എന്നാൽ CELL എന്ത് വായിക്കും, സെൽ എന്നാണ് വായിക്കുക, കെൽ എന്ന് വായിക്കൂല, സെൽ. മനസ്സിലായോ. അത് ചില സമയങ്ങളിലാണ് അത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറുന്നത്. ഇനി ഡീൻ്റെ സൗണ്ട് ഡ്, ഈൻ്റെ സൗണ്ട് മിസ് പറഞ്ഞു ചില സമയങ്ങളിൽ ഇ ആണ്, അതല്ലെങ്കിൽ എ ആണ്. എഫിൻ്റെ സൗണ്ട് ഫ്. മനസ്സിലായി. എഫ് എന്നുള്ളത് എഫിന് മാത്രമല്ല വരുന്നത്, PH എന്നുള്ള ലെറ്ററിനും ഫ എന്നുള്ള സൗണ്ടാണ് കേട്ടോ. അതേപോലെ തന്നെ CH എന്നുള്ളതിന് ച എന്നുള്ളതിൻ്റെ സൗണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ TH എന്നുള്ളതിന് താ എന്നുള്ളതിൻ്റെ സൗണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ലെറ്റർ ഉണ്ടല്ലോ, SH എന്താണ്, ഷ എന്നുള്ള സൗണ്ടാണ് കേട്ടോ. അത് മനസ്സിലാക്കണേ. ഇനി ഓക്കെ, FI. ഇനി ഏതാണ്, G എന്നുള്ള സൗണ്ടിന് ഗ എന്നും വരും, ചില സമയങ്ങളിൽ ജ എന്നും വരും. Hന് ഹ്. I എന്നുള്ളതിന് I എന്നുള്ള സൗണ്ടും വരും, E എന്നുള്ള സൗണ്ടും വരും. ഇനി J എന്നുള്ള അക്ഷരത്തിന് ജ. ഓക്കെ, K എന്നുള്ള അക്ഷരത്തിന്
ക്ക്. ഇതൊക്കെ മിസ്സിൻ്റെ കുട്ടികൾക്ക് അറിയണ തന്നെയാണ്. എല്ലിന് ല്, എമ്മിന് മ്, എന്നിന് ന്. ഓ എന്നുള്ള ലെറ്ററിന് ഓ എന്നുള്ള സൗണ്ടും വരും, ആ എന്നുള്ള സൗണ്ടും വരും. പി എന്നുള്ള അക്ഷരത്തിന് പ്, ക്യൂ എന്നുള്ള അക്ഷരത്തിന് ഖ്, ആർ എന്നുള്ള അക്ഷരത്തിന് ഗൃ എന്നുള്ളതിൻ്റെ സൗണ്ടും വരും, റ് എന്നുള്ളതിൻ്റെ സൗണ്ടും വരും. എസ് എന്നുള്ളതിന് സ്, ടി എന്നുള്ളതിന് ട് എന്നും വരും, ട് എന്നും വരും കേട്ടോ. യു എന്നുള്ളതിന് ആ എന്നുള്ള സൗണ്ടാണ് വരുന്നത് കേട്ടോ. വി എന്നുള്ളതിന് വ്, ഡബ്ല്യു എന്നുള്ളതിനും വ്. എക്സ് എന്നുള്ള ലെറ്ററിന് എന്താണ്? എക്സിൻ്റെ സെയിം സൗണ്ടാണ് കേട്ടോ. എക്സിൻ്റെ സൗണ്ട് എക്സ് തന്നെയാണ്. വൈൻ്റെ സൗണ്ട് സാധാരണഗതിയിൽ ഇ എന്നാണ് വരിക, അതല്ലെങ്കിൽ ലാസ്റ്റ് വരുമ്പോൾ ഇൻ്റെ സൗണ്ട് വരും. സെഡിൻ്റെ സൗണ്ട് സെഡ് തന്നെ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങൾ കേട്ടോ. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ മിസ്സിൻ്റെ കുട്ടികൾക്ക് എന്താണ്? ഇംഗ്ലീഷ് വായിക്കാൻ കഴിയും. മനസ്സിലായല്ലോ? ഇതാണ് ഇംഗ്ലീഷിൻ്റെ ബേസ്. അതായത് ഫസ്റ്റ് ഇംഗ്ലീഷിൻ്റെ എ മുതൽ സെഡ് വരെയുള്ള അക്ഷരങ്ങൾ അറിയണം. ഈ അക്ഷരങ്ങളുടെ സൗണ്ട് മിസ്സിൻ്റെ കുട്ടികൾ പഠിക്കണം. അതിനുശേഷം ഈ അ മുതൽ അം വരെയുള്ള ഈ സൗണ്ടുകളും പഠിച്ചാലുള്ളൂ മിസ്സിൻ്റെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് വായിക്കാൻ കഴിയുക കേട്ടോ. പിന്നെ വായിച്ച് ക്ലിയറായി വന്നോളൂ.